കേന്ദ്ര സർക്കാർ ഈ വഖഫ് നിയമ പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കകം ഇത് കൊടുക്കാം എന്ന് കോടതിയിൽ കേന്ദ്രം ഏറ്റിരുന്നാണ് അത് കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിനെ പറ്റി മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു കണക്ക് ഷോക്കിംഗ് എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് ഞെട്ടൽ ഉളവാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ മൊത്തം വഖഫ് സ്വത്തുക്കളുടെ ഡാറ്റ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2013 ഭേദഗതിക്ക് ശേഷം വഖഫ് സ്വത്തുക്കൾ 116% കൂടി എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 2013 അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 320.9% വർധന ആണ് വഖഫ് സ്വത്തുക്കളിൽ ഉണ്ടായിട്ടുള്ളത്. 2013 വരെ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ പ്രോപ്പർട്ടീസ് 2,07,394 ആയിരുന്നു. അത് 2014 മുതൽ 2013 ഭേദഗതിക്ക് ശേഷം 2014 മുതൽ 2025 കാലത്ത് 6,65,476 സ്വത്തുക്കൾ കൂടി അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോഴാണ് 320.9% വർധന. 2014-25 കാലത്ത് 320.9% വർധന വന്നിട്ടുണ്ട്. സ്വകാര്യ സ്ഥലങ്ങൾ, സർക്കാർ സ്ഥലങ്ങളൊക്കെ കയ്യേറിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് വഖഫ് സ്വത്ത്. ആകെ ഇപ്പോൾ 8,72,870 സ്വത്തുക്കളുണ്ട്. ഈ വഖഫ് സ്വത്തുക്കളുടെ ഏക്കറേജ് പറയാം. 39,02,476 ഏക്കറാണ് ഇപ്പോൾ സ്വത്തുക്കൾ. അതായത് 40 ലക്ഷം ഏക്കർ ആണ് വഖഫ് സ്വത്ത് ഇന്ത്യയിൽ ആകെ. ഇത് 18,29,163 നിന്നാണ് വന്നിരിക്കുന്നത്. 18 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായിട്ട് കൂടിയിരിക്കുന്നു വഖഫ് സ്വത്ത് ഇന്ത്യയിൽ. ഈ കോൺഗ്രസ് കൊണ്ടുവന്ന ഭേദഗതി 2013 ഭേദഗതി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് അത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് ചെയ്തു കൊടുത്താണ്. ഇനി ഇതിൻ്റെ അകത്ത് ചില കണക്കുകൾ. ജമ്മു കശ്മീരില് വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഈ ഭേദഗതിക്ക് മുമ്പ് അവിടെ ആകെ ഉണ്ടായിരുന്നത് 0.419 ഏക്കർ. ഈ പറഞ്ഞ പോലെ 40 സെന്റ് ഭൂമിയാണ്. ഒരൊറ്റ പ്രോപ്പർട്ടി, ഒറ്റ സ്വത്താണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. 2013 ഭേദഗതിക്ക് ശേഷം 32,532 സ്വത്തായിട്ട് കൂടി. അവിടെ വികസിച്ചു. അപ്പൊ അത് 31,405 ഏക്കറേജ് ആയിട്ട് കൂട്ടുമ്പോൾ ജാർഖണ്ഡിൽ വഖഫ് സ്വത്ത് ഉണ്ടായിരുന്നില്ല 2013. അത് ഇപ്പോൾ 698 സ്വത്തുക്കളായി 1085 ഏക്കർ. തമിഴ്നാട്ടിൽ 43,623 സ്വത്ത്. ഇനി കേരളത്തിൽ 2013 23,692 സ്വത്തായിരുന്നു. 2014 മുതൽ 25 വരെ അത് 30,303 സ്വത്തുക്കൾ അതിൽ കൂടി 36,995 ഏക്കറാണ് കേരളത്തിൽ. ഒരു 40,000 ഏക്കറോളം വഖഫ് സ്വത്ത്. കേരളത്തില് 30,303 സ്വത്തുക്കൾ 2014 മുതൽ 2025 വരെ വഖഫിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസിന്റെ മതപ്രീണനം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തം. ഇനി ആ സത്യവാങ്മൂലത്തിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ആ വഖഫ് ബൈ യൂസർ, പിന്നെ ആ അമുസ്ലിങ്ങൾ, ആ ഉപദേശക ബോർഡുകളിലൊക്കെ വന്നിരിക്കുന്നത്, ഇതിനുമൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സത്യവാങ്മൂലം കൊണ്ട് കേന്ദ്രം പ്രതീക്ഷിച്ച ഗുണം ഉണ്ടാവുമോ? പാർലമെന്റിനേക്കാൾ വലുതാണ് സുപ്രീം കോടതി എന്നുള്ള സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിചാരം നിലനിൽക്കും. ഇന്നത്തെ ഒരു കാര്യമുള്ളത്, ഏറ്റവും സുപ്രധാനമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ല് സെക്കുലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വഖഫ് ഇസ്ലാം മതത്തിൻ്റെ ഭാഗമല്ല. ഖുറാനിൽ രാമനറിയാമല്ലോ, ഞാനിത് ഗൗരവപൂർവ്വം വായിച്ചിട്ടുള്ളതാണ്. ഒന്നും രണ്ടുമല്ല, ഒരു 5-6 ടെക്സ്റ്റ് ഖുറാൻ്റെ പലതരത്തിലുള്ളത് വായിച്ചിട്ടുള്ളതാണ്. ഒരിടത്തും വഖഫിനെ കുറിച്ച് പറയുന്നേയില്ല. ഹജ്ജ് പോലും ഇസ്ലാം മതത്തിൻ്റെ അനിവാര്യമായ ഘടകമല്ല. ഇസ്ലാം മതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അന്ത്യപ്രവാചകനിലുള്ള വിശ്വാസം, ടെക്സ്റ്റിലുള്ള വിശ്വാസം, പിന്നീട് ഗബ്രിയേൽ മാലാഖ. അതായത് അല്ലാഹു ഗബ്രിയേൽ മാലാഖയിലൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദിന് നൽകിയ ദൈവവചനങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് ഒരുത്തനെ മുസ്ലിമാക്കി മാറ്റുന്നത്. അതിൽ ഈ വഖഫ് പറഞ്ഞിട്ടേയില്ല. വഖഫ് 1% പേര് മാത്രമാണ് മേഘാലയത്തിൽ മുസ്ലിം ഉള്ളത്. അവിടെയും വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി നോക്കണം. അപ്പോൾ ഇതൊരു മതപരമായ കാര്യം അല്ല. പിന്നെ എന്താണ്? ഇതൊരു വസ്തുതർക്കമാണ്. വസ്തുതർക്കം ഏത് നിയമമനുസരിച്ച് പരിഹരിക്കണം? അതാണ് ചോദ്യം. വസ്തുതർക്കം പരിഹരിക്കേണ്ടത് സിവിൽ നിയമം അനുസരിച്ചിട്ടാണ്. മതനിയമം അനുസരിച്ച് വസ്തുതർക്കം പരിഹരിക്കാൻ സാധ്യമല്ല. ഇവരാവശ്യപ്പെടുന്നത് മതനിയമം അനുസരിച്ച് വസ്തുതർക്കം പരിഹരിക്കണമെന്നാണ്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. വസ്തുതർക്കം പരിഹരിക്കേണ്ടത് മതനിയമം അനുസരിച്ചിട്ടേ അല്ല. റവന്യൂ റെക്കോർഡ്സും റവന്യൂ നിയമങ്ങളും ലാൻഡ് റിഫോംസ് നിയമങ്ങളും അനുസരിച്ചിട്ടേ നമുക്കത് പറ്റൂ. അതാണ് ഈ നിയമത്തിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗം. പിന്നെ കേരളത്തിൽ ഈ നിയമം ഇന്ത്യയിൽ ഈ നിയമം വന്നതിനും ഒരു ചരിത്രമുണ്ട്. 1863 ബ്രിട്ടീഷുകാർ റിലീജിയസ് എൻഡോമെൻ്റ് ആക്ട് ഉണ്ടാക്കി. 1890 ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് ഉണ്ടാക്കി. 1913 എന്ത് വരുന്നത്? മുസൽമാൻ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അതാണ് ഈ വഖഫിൻ്റെ ആദിമ രൂപമായിട്ട് പറയുന്നത്. അതിനുശേഷം 1920 റിലീജിയസ് ട്രസ്റ്റ് ആക്ട് ഉണ്ടാക്കി. 1923 മുസൽമാൻ വഖഫ് ആക്ട് ഉണ്ടാക്കി. ഇതെല്ലാം കൂടി ഏകീകരിപ്പിച്ചുകൊണ്ടാണ് 1954 വഖഫ് ഓൾ ഇന്ത്യ വഖഫ് ആക്ട് ഉണ്ടാക്കിയത്. ഇതാണ് വഖഫ്. ആ വഖഫ് ആക്ടിലും ഈ പറയുന്ന എല്ലാ ആക്ടിലും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വസ്തുവകകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് ആ വഖഫ് ബൈ യൂസറിന്റെ ഭാഗത്തും വരുന്നത്. വസ്തുവകകൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇവരാവശ്യപ്പെടുന്നത് വസ്തുവകകൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നുള്ളതിലാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റേ വഖഫ് ബോർഡ് ഒരു രജിസ്റ്റർ ഉണ്ടാക്കും. ആ രജിസ്റ്റർ എല്ലാവരും അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. കാരണം വഖഫ് ബോർഡ് ഉണ്ടാക്കുന്ന രജിസ്റ്റർ ഞാൻ എന്തിനാണ് അംഗീകരിക്കേണ്ട കാര്യം? എനിക്കെന്താ അതുമായിട്ട് ബന്ധം? അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ വാദം ഇത് മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് എന്ന് കപിൽ സിബലും കൂട്ടരും കോടതിയിൽ വാദിച്ചത് പരിപൂർണമായും കളവാണ്, അസത്യമാണ്. കാരണം ഇത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. രണ്ടാമത്, വസ്തുതർക്കത്തെ ഏത് നിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യണം എന്ന ചോദ്യത്തിന് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാട് വസ്തുതർക്കമാണെങ്കിൽ അതിന് സിവിൽ നിയമം അനുസരിച്ചും ക്രിമിനൽ നിയമം അനുസരിച്ചും വേണം കൈകാര്യം ചെയ്യാൻ. അതാണ് ഈ ആക്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മുസൽമാൻ പ്രോപ്പർട്ടി ആക്ട് വരുന്നത് തന്നെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവി പേഴ്സിലൊരു കേസ് പോയി. പ്രിവി കൗൺസിലിൽ ലണ്ടനിൽ രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ കേസ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ച് ഇസ്ലാമിക് ലോ പ്രകാരം വിധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരത് ചെയ്തില്ല. ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, മുസൽമാന്മാരുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമമാണ്. ആരുടെ പ്രോപ്പർട്ടി? മുസൽമാന്മാരുടെ പ്രോപ്പർട്ടി. ഇനി
ഇതിൻ്റെ തുടക്കം പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവുന്ന കാര്യം, മുസൽമാന്മാരുടെ പ്രോപ്പർട്ടി മുസൽമാൻ്റെ നിയമം അനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതാണ് ആദ്യത്തെ നിയമം. അതേ കാര്യം തന്നെയാണ് ഈ 1913 ഉണ്ടാക്കിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാക്കുന്ന നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ പ്രോപ്പർട്ടിയും വഖഫായി ഡിക്ലെയർ ചെയ്യാം, വഖഫ് ബൈ യൂസർ എന്ന നിയമം കൊണ്ടുവന്നിട്ട്. വഖഫ് ബൈ യൂസർ. വഖഫ് ബൈ യൂസറിന് ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 3(1)R. അതിൽ രേഖാമൂലം തെളിവ് വേണ്ട. പക്ഷേ 8/4/2025 ആവുമ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അല്ല, കാരണം എന്താ അറിയാമോ, നിങ്ങൾ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് കൗണ്ടർ ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. കഴിഞ്ഞ 100 കൊല്ലവും വഖഫ് നിയമപ്രകാരം തന്നെ രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നു. 100 ഈ പറഞ്ഞ ഞാൻ 1863 തുടങ്ങി ഇങ്ങോട്ടുണ്ടായേക്കണ എല്ലാ കാലത്തും 1913 മുസൽമാൻ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആക്ടിലും എല്ലാം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ മതപരമായ ദുർവ്യാഖ്യാനമാണെന്നും സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. മതപരമായ ദുർവ്യാഖ്യാനം മാത്രമല്ല, അതിനകത്തേക്കെല്ലാം ഇവർ വേറൊരു കാര്യവും സത്യവാങ്മൂലത്തിലുണ്ട്. അതെന്താണെന്നറിയാമോ? കാരണം ഇത്രയും കാലം പാർലമെൻറ്റ് ഉണ്ടാക്കുന്നൊരു നിയമത്തെ സ്റ്റേ ചെയ്തിരുന്ന ഒരു സമ്പ്രദായമില്ല, അതില്ലായിരുന്നു. അപ്പോൾ അത് നമ്മുടെ രീതിയാണ്. അതുകൊണ്ട് ഇതിൽ ഇടപെടരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടന പാർട്ട് 3 വ്യവസ്ഥകളെ ഇത് ലംഘിച്ചിട്ടില്ല. മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങൾക്കെതിരല്ല, അതിനെ ആദരിക്കുന്നതാണ്. വിശ്വാസത്തെയും ആരാധനയും ഇതിൽ തൊട്ടിട്ടേ ഇല്ല. ഇത് സെക്യുലറാണ്. വഖഫ് ഭരണത്തിൻ്റെ ആ ഭരണപരമായ വശങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുള്ളത്. അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അതെ, അങ്ങനെ പറ്റുള്ളൂ. എന്താണ് അപ്പൊ ഇത്രയും ആയ സ്ഥിതിക്ക് നമ്മളെ ഈ അവസാന ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി, ഞാൻ ആദ്യം ചോദിച്ചതാണ്, ഈ സത്യവാങ്മൂലത്തിന്റെ കൂടെ നിൽക്കുവോ ഞങ്ങൾ മഹാന്മാരാണെന്നും അല്ല. സുപ്രീം കോടതി ഈയിടെയായിട്ട് അവർക്ക് തോന്നിയ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 142 ഞങ്ങൾക്ക് അൺലിമിറ്റഡ് പവേഴ്സ് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അൺലിമിറ്റഡ് പവേഴ്സ് എന്നുള്ളൊരു സങ്കല്പം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമത്തിനെതിരാണ്. രാധാകൃഷ്ണൻ, ഈ 142 വെച്ചിട്ടേ നാളെ ഒരു ജഡ്ജി പർദിവാലയോ ആരെങ്കിലും ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇല്ല. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. രാഷ്ട്രപതിക്ക് ഒരു ഉത്തരം കൊടുത്തല്ലോ, 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഡീംഡ് ടു ബി പാസ്ഡ് എന്ന്. ഏതെങ്കിലും ഒരു അസംബ്ലി ഒരു നിയമം പാസ്സാക്കുന്നു എന്ന് വെക്ക്, ഞങ്ങൾ വേറെ രാജ്യമായിട്ട് മാറാൻ തീരുമാനിച്ചു, ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോവുകയാണ്, ഞങ്ങൾ രാജ്യമൊന്നും ആകാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചു. ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്ത്, ഗവർണർ പാസ്സാക്കുന്നില്ല. 3 മാസം കഴിഞ്ഞാൽ അത് ഇതായില്ലേ? ഇനി വേറൊരു സങ്കല്പം ആലോചിച്ച് നോക്ക്. ഞാൻ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും എന്നേക്കുമായി ഈ രാജ്യം ഭരിക്കാനുള്ള പരമാധികാരിയായിട്ട് എന്നെ നിയമിച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്ത് 3 മാസം കഴിഞ്ഞാൽ നിയമമാകുമല്ലോ. അപ്പം ഞാൻ ഏകാധിപതിയായിട്ട് മാറില്ലേ? അപ്പോൾ ബുദ്ധിശൂന്യത എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ നിവൃത്തിയില്ല. ജഡ്ജ്മെൻറ്റിൽ ബുദ്ധിശൂന്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം അതൊരു വസ്തുതയാണ്. നമ്മൾ മോട്ടീവ് ആരോപിച്ചാൽ ഒരു ഇതുമില്ല. പക്ഷേ ബുദ്ധിശൂന്യത ഉണ്ട്. കാരണം ഈ യുക്തിഭംഗം ഇല്ലേ. പിന്നെ വേറൊരു കാര്യം രാമൻ ചോദിച്ചതിൻ്റെ കൊണ്ട് പറയുന്നത്, അൺലിമിറ്റഡ് പവേഴ്സ് ഏതെങ്കിലും ഒരു സെക്ഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം വരാൻ പോകുന്നത് ഏകാധിപത്യമാണ്, സർവാധിപത്യം വരും. അതുകൊണ്ട് ഭരണഘടനയിൽ ഒരിക്കലും ഒരു ഘട്ടത്തിലും ഒരാൾക്കും, അത് ലെജിസ്ലേച്ചറിനില്ല, എക്സിക്യൂട്ടീവിനില്ല, ജുഡീഷ്യറിക്കില്ല, മാധ്യമങ്ങൾക്കില്ല, ആർക്കും അബ്സല്യൂട്ട് പവേഴ്സ് ഇല്ല. റെഗുലേറ്റഡ് ആണ്. ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ റീസണബിൾ ലോ.
അത് ഭരണഘടനയിലുള്ളതല്ലേ? ഉള്ളതാണ്. അപ്പോൾ ആ റെഗുലേറ്റഡ് ബൈ റീസണബിൾ ലോ എന്നുള്ളത് ഇവിടെ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ റീസണബിൾ ലോ എന്നുള്ളതിൽ അതിൽ ജഡ്ജി രാഷ്ട്രപതിക്ക് 3 അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഒപ്പിടാം, 2 പിടിച്ചു വെക്കാം, 3 നിർദ്ദേശത്തോടു കൂടി പാർലമെൻറ്റിലേക്ക് തിരിച്ചയക്കാം. അപ്പോൾ ഈ പിടിച്ചു വെക്കാം എന്നുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഒരു ചോദ്യമുണ്ടല്ലോ. ഈ പിടിച്ചു വെക്കാം എന്നുള്ളൊരു ക്ലോസ് എഴുതി ചേർക്കുന്നത് സംബന്ധിച്ച് സുദീർഘമായ ചർച്ച കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഭരണഘടനയുടെയും ജനാധിപത്യ സംവിധാനത്തിൻ്റെയും സംരക്ഷകൻ എന്ന നിലക്ക് അതിന് എതിരാണ് ഒരു നിയമനിർമ്മാണം എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നിയമം അത് നിയമമാക്കി വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അത് ലാപ്സാവും. അത് ലാപ്സാകും. അത് അങ്ങനെ ആകണം. കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അത് വരുന്നില്ല. അങ്ങനെ പാടില്ല എന്നാണ് ഈ 2 ജഡ്ജിമാരിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനേക്കാൾ എല്ലാം ഉപരിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജഡ്ജിമാർ പറഞ്ഞു പോകുന്നത് എവിടെയാണ്? ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ്. ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യാൻ ഇവർക്ക് അവകാശമില്ലല്ലോ. ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യാൻ പാർലമെൻറ്റിനെ അവകാശമുള്ളൂ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യാനുള്ള അധികാരം കൂടി 142 അനുച്ഛേദപ്രകാരം കവർന്നെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു വിധികൾ വന്നിരുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തു. എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.